പ്രിയപ്പെട്ട അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ വി രാമകൃഷ്ണൻ, 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സഹന സമരത്തിന്റെ ഈ സത്യഗ്രഹ പരിപാടിയുടെ നായകൻ, നമുക്കെല്ലാം തന്നെ ആദരണീയനായ കാസർഗോഡുകാരുടെ കടലുണ്ണിയായ പാർലമെന്റ് അംഗം ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാൻ പെരിയ ബാലകൃഷ്ണൻ, ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്നിഹിതനായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ ഹക്കിൻ കുന്നേൽ, KPCCയുടെ കാസർഗോഡ് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ G രതികുമാർ, KPCCയുടെ ആസ്ഥാന മന്ദിരത്തിൽ എന്നോടൊപ്പം ആഗതനായിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ മണക്കാട് സുരേഷ്, അഡ്വക്കേറ്റ് ശ്രീ CK ശ്രീധരൻ, KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീമാൻ KP കുഞ്ഞിക്കണ്ണൻ, KPCCയുടെ സെക്രട്ടറി ശ്രീമാൻ K നീലകണ്ഠൻ, UDFന്റെ ജില്ലാ കൺവീനർ ശ്രീ A ഗോവിന്ദൻ നായർ, ജില്ലയിലെ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരായ അഷ്റഫ് അലിയും കരിമ്പിൽ കൃഷ്ണനുമടക്കം പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, പോഷക സംഘടനകളുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ഉപവാസ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വന്യ പിതാക്കന്മാർ, സത്യനാരായണൻ, ശ്രീമാൻ കൃഷ്ണൻ, കുടുംബാംഗങ്ങൾ, ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഞാൻ ഈ ഉപവാസ സത്യാഗ്രഹ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള തീരുമാനം ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും സംയോജിതമായ ഒരു തീരുമാനമായി എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കേണ്ടായി. കാരണം വർത്തമാന കേരളം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് നമുക്കെല്ലാം തന്നെ പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും നിഷ്ഠൂരമായ കൊലപാതകം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രണ്ട് യുവ കോമളന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അനുസ്മരിക്കുന്നു. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഒരു നിമിഷം നമ്രശിസ്കാൻ നിൽക്കുകയാണ്. കൃപേഷും ശരത്ലാലും ആരാണ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ടഭാജനങ്ങളായിരുന്നു ആ രണ്ട് യുവാക്കന്മാർ. അവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജീവനാഡികളായിരുന്നു. അവരാകട്ടെ കലാരംഗത്തും കായിക രംഗത്തും അതുപോലെ തന്നെ നാട്ടിന്റെ എല്ലാ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായിട്ട് നിലകൊണ്ട രണ്ട് യുവാക്കന്മാരാണ്. അവർ തെയ്യം നടക്കുമ്പോൾ, തിറ നടക്കുമ്പോൾ, ഗ്രാമത്തിൽ നടക്കുന്ന മറ്റെന്തെങ്കിലും കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഒക്കെ തന്റെ അരങ്ങത്ത് നിറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത രണ്ട് യുവാക്കന്മാരാണ്. അവരുടെ ചെണ്ട വാദ്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രാവീണ്യം, അത് കേരള സംസ്ഥാനം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ രണ്ട് യുവാക്കന്മാരെയാണ്, ഈ നാട്ടിന്റെ അഭിമാനഭാജനമായ രണ്ട് സന്തതികളെയാണ് നിഷ്ഠൂരമായി ഒരു സായം സന്ധ്യക്ക് 2019 ഫെബ്രുവരി 17 തീയതി കാപാലികന്മാരായിട്ടുള്ള ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അവരുടെ ജീവൻ അപഹരിച്ചു. എത്ര നിഷ്ഠൂരമായ രൂപത്തിലാണ് ആ ജീവൻ അപഹരിച്ചത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കേരളമാകെ ഞെട്ടിത്തെറിച്ചു പോയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഈ രണ്ട് യുവാക്കന്മാരുടെ കൊലപാതകം.
ഈ കൊലപാതകത്തിന്റെ വാർത്ത ഞാൻ അറിയുന്നത് എറണാകുളത്ത് വെച്ചായിരുന്നു. കാസർഗോഡ് നിന്ന് നിങ്ങൾ യാത്ര അയച്ച എന്റെ ജനമഹായാത്ര, അത് വഴിനീള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളം ഭരിക്കുന്ന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നേരേക്കുള്ള ജനരോഷം ആളിപ്പടർത്തിക്കൊണ്ടാണ് ആ ജനമഹായാത്ര എറണാകുളത്തെത്തിയത്. എറണാകുളത്തെ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് പിറ്റന്നത്തെ പരിപാടിക്കുള്ള തയ്യാറെടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിക്കാൻ ഇടയായത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയിൽ പിന്നീട് ഞാൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ജനമഹായാത്ര മാറ്റിവെച്ചതായി അറിയിച്ചുകൊണ്ട് ദുഃഖാചരണം എന്ന രൂപത്തിൽ തന്നെ ആ പരിപാടി 1-2 ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ അന്ന് രാത്രി തന്നെ കാർ മാർഗം നമ്മുടെ കല്യാട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിച്ചത്. അന്ന് എന്നോടൊപ്പം ജാതിയിൽ എന്റെ സഹയാത്രയായിട്ട് 1978 കാലത്ത് തുടങ്ങി എന്റെ എല്ലാ യാത്രകളിലും എന്നെ അനുഗമിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട MP ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനും അങ്ങോട്ടേക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാറിൽ എന്നോടൊപ്പം കല്യാട് വരെ അനുഗമിച്ച കാര്യവും ഞാൻ അനുസ്മരിക്കുകയാണ്. ഞങ്ങൾ എത്തിയത് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ആയിരക്കണക്കായ ആളുകൾ ആ മെഡിക്കൽ കോളേജിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. വികാര നിർഭരായിട്ടാണ് അവരെല്ലാം തന്നെ എത്തിയത്. നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗത കണ്ടരായിട്ടാണ് അവരൊക്കെ തന്നെ അവിടെ തടിച്ചുകൂടിയത്. അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഈ പൊന്നോമ്മയുടെ മക്കളെ എന്തിനു വേണ്ടി കൊലപ്പെടുത്തിയെന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ 2 യുവാക്കന്മാരുടെയും മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വിലാപയാത്ര, ആയിരങ്ങൾ 10,000ങ്ങളാണ് ഗദ്ഗത കണ്ടരായിട്ട് വഴിനീളെ അവരെല്ലാം തന്നെ ആ ഒരു ദൃശ്യത്തിന്റെ മൂകരായിട്ട് സാക്ഷിയായിട്ടുള്ളത്. ആരാണ് ഈ കേസിന്റെ സൂത്രധാരകന്മാർ? ആ സൂത്രധാരന്മാർ ഇതുവരെ നിയമത്തിൽ കൊണ്ടുവന്നിട്ടില്ല, അവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ ഉന്നതന്മാരെ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, സർക്കാരുമായി ഒളിച്ചുകളി നടത്തിക്കൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഗവൺമെന്റ് തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആരുടെ അറിവോട് കൂടിയിട്ടാണ്? ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോട് പറയട്ടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യരായ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് അത്തരം ഒളിച്ചുകളി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് തയ്യാറായിട്ടുള്ളത്. ആദ്യം ലോക്കൽ പോലീസാണ് ഈ കേസ് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണ ചുമതലയുമായി മുന്നോട്ട് പോയത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിശക്തമായ അമർഷവും പ്രതിഷേധവും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ആളിപ്പടരുകയുണ്ടായി. 3 തവണയാണ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത്. പ്രതികളിൽ പലരും പിന്നീട് സാക്ഷികളായി മാറുന്ന അത്യന്തം വിചിത്രമായ കാഴ്ചക്കാണ് കേരളം സാക്ഷികളായിട്ടുള്ളത്. അവസാനം ഈ കേസ് എങ്ങുമെത്താത്ത രൂപത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ പോലെ തന്നെ ഇത് പര്യവസാനിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ഇതിനൊക്കെ പുറമെ മക്കളെ നഷ്ടപ്പെട്ട 2 പിതാക്കന്മാർ അവരെല്ലാം തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കാനും നീതി ലഭിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത്. ഹൈക്കോടതിയിൽ വളരെ ഭംഗിയായിട്ട് വാദമുഖങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. അവർ ഈ കേസിൽ നിന്ന് അനായാസം രക്ഷപ്പെടും. അതാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പര്യവസാനം. ആ ഒരു പര്യവസാനം ഈ കേസിൽ ഉണ്ടാകാൻ പാടില്ല. കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിച്ചാൽ മതി. ഒരു നിരപരാധിയെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യം പറയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത്. കാരണം ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് നിർഭയമായിട്ടും നീതിപൂർവമായിട്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം
അതാണ് നൽകേണ്ടത്. അവസാനം എന്തുണ്ടായി? സിംഗിൾ ബെഞ്ച് ജഡ്ജ്, ബഹുമാനായ ജഡ്ജിനോടുള്ള ആദരവ് ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിന്റെ നാനാ വശങ്ങൾ പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും സാധിക്കുമെന്ന കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്ത് വന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 88 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഒരു അഭിഭാഷകനെ കൊണ്ട്. ആ പണം ആരുടേതാണ്? പേരിയിലെ നല്ലവരായ ആളുകളോട്, കേരള പൊതുസമൂഹത്തോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ പണമാണ്. നികുതിദായകന്മാരായ പട്ടിണി പാവങ്ങൾ നമ്മുടെ ഖജനാവിലേക്ക് കൊടുക്കുന്ന പണമാണ്. അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തരമൊരു കേസിൽ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി, ആ കുറ്റവാളികൾ കുടപിടിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കേരളീയ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു റെവലേഷൻ നമ്മുടെ കോടതിയിൽ നടക്കുകയുണ്ടായി. എന്താണ് ആ വെളിപാട്? ഉത്തരവാദിത്തപ്പെട്ട CBIയുടെ ഉന്നത അഭിഭാഷകന്മാർ തന്നെ പറയുന്നു, ഈ കേസ് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, അതിനുവേണ്ട രേഖകൾ, അതിനുവേണ്ട എല്ലാ സഹായ സാധനങ്ങളും ഞങ്ങൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കലും കേരളത്തിലെ പോലീസും കേരള ഗവൺമെന്റും ഞങ്ങളുമായിട്ട് പരിപൂർണമായിട്ട് നിസ്സഹകരിക്കുകയാണ് എന്ന കാര്യം കോടതി അറിയിച്ചപ്പോൾ അത് കേവലം പേരിയയിലും കാസർഗോട്ടുമുള്ള ജനങ്ങൾ മാത്രമല്ല ഞെട്ടിപ്പിച്ചത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക്, നിയമവാഴ്ച അത് എല്ലാ കാലത്തും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ മുഴുവൻ അത് നൊമ്പരപ്പെടുത്തുകയുണ്ടായി. ഉത്തരവാദപ്പെട്ട ഏജൻസി ആയിട്ടുള്ള CBIക്ക് വേണ്ട ഡോക്യുമെന്റ്സ് കൊടുക്കുന്നില്ല, അവരുമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ ഗവൺമെന്റിനായിട്ടാണ് കോടതി അലക്ഷ്യം അത് നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട ആഭ്യന്തരകാര്യ മന്ത്രിക്കെതിരായിട്ടാണ് ആദ്യം കോടതി അലക്ഷ്യം ഉണ്ടാകേണ്ടതെന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ ഗവൺമെന്റ് ആരുടെ കൂടിയാണ്? ഗവൺമെന്റ് വന്ന ശേഷം മാത്രമല്ല, അതിന് മുമ്പ് നമുക്കറിയാം, ഇന്ന് കേരളത്തിന് ഭരണത്തിൽ കൊടുക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്ന കാലം മുതൽ ഇന്ന് വരെ വേട്ടക്കാരുടെ കൂടിയാണ്. ഒരിക്കലും ഇരകൾ കൊടുക്കുന്ന പാരമ്പര്യം നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ ട്രാക്ക് റെക്കോർഡ്. കേസിലെ കുറ്റവാളികൾ എത്ര ഉന്നതരായാലും, അവർക്ക് എത്ര സ്വാധീനമുണ്ടായി കഴിഞ്ഞാലും, അവർക്ക് മുഖ്യമന്ത്രിയുടെയും DGPയുടെയും എല്ലാ തരത്തിലുള്ള പരിരക്ഷ ഉണ്ടായി കഴിഞ്ഞാലും അവരെ നിയമത്തിൽ കൊണ്ടുവന്ന് അവരെ കർശനമായി ശിക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായി തന്നെ നമ്മുടെ നാട്ടിന് തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയായിട്ട് ഈ കേസ് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു സഹന സമര പരിപാടിയുമായിട്ട് പ്രിയപ്പെട്ട ശിവൻ രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ കാസർകോട്ടെ നമ്മുടെ നേതാക്കന്മാരും കൃപേഷിന്റെയും ശക്തലാലിന്റെയും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ സന്നിഹിതരായിട്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ പരിശോധിക്കൂ. എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നാളിതുവരെ നടന്നിട്ടുള്ളത്? പെരിയയിൽ തന്നെ എടുത്ത് പരിശോധിക്കൂ. നിങ്ങൾ പലപ്പോഴും അത് ആരും അനുസ്മരിക്കാറില്ല, പക്ഷെ എനിക്ക് മറക്കാൻ സാധ്യമല്ല INTUCയുടെ പ്രവർത്തകൻ ശ്രീമാൻ രാഘവന്റെ ദുരന്ത മരണം. അതുപോലെ തന്നെ വളരെ മൃഗീയമായ രൂപത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ദേവദാസിനെ കൊലപ്പെടുത്തിയത്. ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് ആരാണ്? CPMന്റെ കാപാലിക വർഗമാണ്, CPMന്റെ കൊലയാളി സംഘമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ മൃഗീയ കൊലപാതക സ്മരണ ഇപ്പോഴും പെരിയയിൽ നൽകുന്നുണ്ട്. ഇനിയൊരു കൊലപാതകം ഉണ്ടാക്കാൻ പാടില്ല, ഇനിയൊരു അക്രമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച ആളുകളാണ് പെരിയയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. ഉത്തര മലബാറിലെ കണ്ണൂരും പരിസര പ്രദേശങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ പ്രദേശം. കണ്ണൂർ കേരളത്തിൽ നേപ്പിൾസ് എന്നാണ് പറയുന്നത്. ഏതാണ് ഈ നേപ്പിൾസ്? ഇറ്റലിയിലെ ഒരു പ്രദേശമാണ് നേപ്പിൾസ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് നേപ്പിൾസ്.
അതുകൊണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ആ നേപ്പിൾസിനോട് നമ്മുടെ കണ്ണൂരിനെ ഉപമിക്കുന്നത് അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ കേരളത്തിൽ നേപ്പിൾസ് ആയിട്ട് നമുക്ക് കണ്ണൂരിനെ എല്ലാ കാലത്തും മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ഇല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ KPCC അധ്യക്ഷനായ ഉടൻ തന്നെ ഞാൻ പറഞ്ഞ കാര്യം, നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. അക്രമികളുടെ കയ്യിൽ നിന്ന് ആയുധം നമുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഗാന്ധിയൻ തന്ത്രം അത് നമ്മൾ ആവിഷ്കരിക്കണമെന്നാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഇതിനകം 225 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. റെക്കോർഡുകളൊന്നും അത് കാണുന്നില്ല. ഞങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ 225 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. വിവരാവകാശ നിയമത്തിൽ പോലും ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ കൊലപാതകങ്ങളാട്ടെ പൈശാചികമാണ്, മൃഗീയമാണ്. ആ കൊലപാതകങ്ങളുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്റെ നാട്ടുകാരൻ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, സാഹസികനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ രാജ്യത്ത് മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച, എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിൽ യുവാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കലാപത്തിന്റെ കൊടിയുയർത്തിയ ശ്രീമാൻ TP ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അവർ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ട് മാറിയിരിക്കുന്നു എന്ന് ചന്ദ്രശേഖരൻ പാർട്ടിയിൽ പറയുകയുണ്ടായി. നിഷേധിക്കാൻ സാധിക്കുമോ? ആ ഒരു എതിർ ശബ്ദം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ സാധ്യമല്ല. മുഖ്യമന്ത്രിക്ക് അതൊരിക്കലും ഉറപ്പിക്കാനും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്ന ആൾക്കറിയാം. അന്ന് തുടങ്ങിയതിലെ ചന്ദ്രശേഖരന്റെ വേട്ടയാടാൻ വേണ്ടിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ നിര്യാതനായതിന് ഒരാഴ്ച മുമ്പ് ഒരു അർദ്ധരാത്രി ഞാനൊന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം എന്റെ വസതിയിൽ വരികയുണ്ടായി. ഞാനും ചന്ദ്രശേഖരനുമായിട്ട് മുമ്പ് നാട്ടുകാരാണെങ്കിൽ പോലും വലിയ ബന്ധമില്ല. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ പോലും. അതാണ് ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത്. കോൺഗ്രസുകളുടെ മിണ്ടില്ല വർഗശത്രുക്കൾ. ആ ചന്ദ്രശേഖരൻ നാട്ടുകാരനായിട്ട് കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ടും എന്റെ മുഖത്ത് പോലും നോക്കാറില്ലായിരുന്നു. അതാണ് പഠിപ്പിച്ചത് പാർട്ടി. ചന്ദ്രശേഖരനോട് പറഞ്ഞ ഒരുപാട് ശരിയല്ലാത്ത നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി. അങ്ങനെ മുഖത്ത് പോലും ഞാൻ ഒരു കാലത്ത് നോക്കാറില്ലായിരുന്നു കോൺഗ്രസ്സുകാരായതുകൊണ്ട്. അത് വർഗശത്രു എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ പഠിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരെക്കാളും ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അങ്ങേ എനിക്ക് കാണാൻ സാധിച്ചെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ അർദ്ധരാത്രിയിൽ ചന്ദ്രശേഖരൻ വന്ന എന്തിനാണ്? അദ്ദേഹം വന്നത് പാവപ്പെട്ട ഗൾഫ് നാടിൽ മരിച്ചു പോയിട്ടുള്ള ഒരു മലയാളിയുടെ മൃതശരീരം അടിയന്തരമായിട്ട് എത്തിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടായി. ആ സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞ കാര്യം എല്ലാം ഞാൻ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭീഷണിയുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ആരാണ് ഭീഷണി മുഴക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം നിരവധി കാര്യങ്ങൾ അന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്നെക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന്റെ വന്യപത്നി ശ്രീമതി KK രമയ്ക്കറിയാം. അതുപോലെ തന്നെ ശ്രീമാൻ വേണുവിനറിയാം. അവർക്ക് എല്ലാം തന്നെ ആ കാര്യം അറിയാം. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എന്തു സംഭവിക്കട്ടെ, ഏതായാലും ഞാൻ ധീരനായിട്ട് മുന്നോട്ട് പോകും അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ആ രാത്രിയുടെ അർദ്ധരാത്രിയിൽ തന്നെ എന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ വീട്ടിന് ചുറ്റും കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർ വളഞ്ഞു വെച്ചുകൊണ്ട് ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ശ്രമം അത് നടന്ന കാര്യം ഞാൻ വികാരത്തോട് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ശ്രമം വിജയിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്റെ ജീവരക്തം എന്റെ വീട്ടിലെ മണ്ണിലായിരുന്നു വീഴുക എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ സാഹസികത്വം കൊണ്ട് അദ്ദേഹം വന്ന മോട്ടോർ ബൈക്കിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് കുതിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങളൊക്കെ തന്നെ കണ്ടത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. പിറകെ ഇവരും ഈ കൊലയാളി വർഗവും അദ്ദേഹത്തെ പിന്തുടർന്ന കാര്യം ഞാൻ മറന്നാലും എന്റെ നാട്ടുകാർ മറക്കുമെന്നൊന്നുമില്ല. നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ചന്ദ്രശേഖരനെ പിന്നീട് 2012 മെയ് 4-ാം തീയതിയാണ് എങ്ങനെയാണോ കൃപേഷിനെയും ശക്തിലാലിനെയും പതിയിരുന്നു കൊണ്ട് ആക്രമിച്ചത്, അതുപോലെ തന്നെ ബോംബെറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകരുന്ന ചന്ദ്രശേഖരനെ
കാപാലിക വർഗം ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയുണ്ടായി. 51 വെട്ടുകളാണ് ചന്ദ്രശേഖരനെ വെട്ടിയത്. ആ വെട്ടുകളായിട്ട് എല്ലാം തലയിലും മുഖത്തുമാണ് വെട്ടിയതെന്ന കാര്യം ഓർക്കണം. തലച്ചോറ് ചിഹ്നിച്ചതുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുഖം വികൃതമായി തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിലാണ് 51 വെട്ടുപെട്ടിയിട്ടും ഈ കാപാലികന്മാർക്ക് മതിവന്നില്ല. സ്നേഹിതന്മാരെ, ആ രക്തദാഹികൾക്ക് യാതൊരു കയ്യുറപ്പമില്ലാതെയാണ് രക്തദാഹികളൊക്കെ തന്നെ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട ഇളയ സഹോദരൻ ഷുഹൈബ്. ഷുഹൈബിന്റെ പിതാവ് എന്റെ നല്ല സുഹൃത്താണ്, ഷിമൻ മുഹമ്മദ്. എന്റെ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ ഞാൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ, ഞാൻ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ എന്റെ കൂടെ വരാറുള്ള വീട്ടുകാരെ പരിചയപ്പെടുത്താണ് ഷിമാൻ മുഹമ്മദ്. ഞാൻ ഓർക്കുന്നു, ആ മുഹമ്മദിന്റെ മകൻ ഇത്രയേറെ കോൺഗ്രസ് സാഹസികമാണെന്ന കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ആ ചെറുപ്പക്കാരൻ ജനങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ടാണ് മട്ടന്നൂർ പ്രദേശത്തൊക്കെ നിറഞ്ഞു വന്നത്. അതേ കോൺഗ്രസിന്റെ അസറ്റായിരുന്നു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കോൺഗ്രസിൽ സന്ദേശവാഹനാണെന്ന് ഒറ്റ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ 41 വെട്ടുവെട്ടിയിട്ടാണ് ഇതേ കൊലയാളി സംഘം, അംഗങ്ങളെ കുറിച്ചല്ല ഈ പാർട്ടിയെ കുറിച്ചാണ് ഈ പറയുന്നത്, അവരുടെ ചെറുപ്പക്കാരന്റെ വകവരുത്തിയത്. ആരാണ് ഈ കൊലപാതക കേസുകളൊക്കെ തന്നെ പ്രതികൾ? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റുന്ന കുറെ കാളക്കൂട്ടന്മാരാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിക്കൊടുക്കുന്നത്. അവർക്ക് മയക്കുമരുന്നുമായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. അവർ വാടക കൊലയാളികളാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഭീകരന്മാരാണ് അവരെന്താ കാര്യമാക്കുന്നത്. ആരാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്? ആരാണ് ഇവർക്കുള്ള സംരക്ഷണം കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സദാചാര ബോധവും മര്യാദയും ധാർമ്മികമായ ഔന്നത്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അത് ചിന്തിക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് പരമാർത്ഥം. ഇപ്പോഴെന്താണ് സ്ഥിതി? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു. കേരളമാകെ ലജ്ജിച്ച് തലതാഴ്ത്തിരിക്കുകയാണ്. പെരിയയിലെ നമ്മുടെ യുവാക്കന്മാരുടെ മരണം, ചന്ദ്രശേഖരന്റെ മരണം, ഷുഹൈബിന്റെ മരണം തുടങ്ങിയിട്ടുള്ള മരണങ്ങളൊക്കെ തന്നെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ചെകുത്താന്റെ ഒരു വിഹാരഭൂമിയായിട്ട് മാറിയിരിക്കുന്നു. ആരാണ് ഈ ചെകുത്താന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഈ ചെകുത്താന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. CPM-ന്റെ ഒരു പ്രാദേശിക നേതാവ് ശ്രീമാൻ കുഞ്ഞനന്തൻ, അദ്ദേഹം ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആളാണ്. സമീപ മാസങ്ങളിൽ അദ്ദേഹം മരിച്ചു പോവുകയുണ്ടായി. 4 വർഷത്തിനിടയിൽ ആ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് 389 ദിവസമാണ് പരോൾ കൊടുത്തത്. ആ പരോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടികൾ മുടങ്ങാതെ പങ്കെടുക്കുന്നു, പാർട്ടിക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഈ നാട് ഒരു ബനാന റിപ്പബ്ലിക്കാണോ? പറയണം. നമ്മുടെ കേരള സംസ്ഥാനത്ത് എന്തു പറ്റി? നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആ കൊലയാളിയെ മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മഹാനായ ഞങ്ങളുടെ സഹപ്രവർത്തകർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ കൂത്തുപറമ്പിലെ MLA ആയ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർക്കെല്ലാം തന്നെ ചന്ദ്രശേഖരന്റെ മഹത്വം, നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കുഞ്ഞനന്തന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയാനുള്ളത്. നിയമവാഴ്ചയിൽ വിശ്വാസമുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ സാധ്യമല്ല. അത്രയേറെ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തെ നിലപാടെടുക്കുന്നത്. ഗോഡ്സെ മഹത്വവൽക്കരിക്കുന്നത് പോലെയാണ് ഇവരെടുത്ത നിലപാട്. ഇത് ശരിയായ ഒരു സന്ദേശമല്ല, ഇത് തെറ്റായ ഒരു സന്ദേശമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചന്ദ്രശേഖരന്റെ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാധാരണ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതുവരെയും ഒരു ഉത്തരവ് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വൻ സ്രാവുകൾ അവിടെയും വലക്ക് പുറത്താണ് എന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. നാട്ടുകാർക്കാർക്കും ആ കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഷുഹൈബിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്. CBI അന്വേഷണം എന്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നില്ല? ഈ ഗവൺമെന്റിന് ആ ഷുഹൈബിന്റെ കൊലപാതകമായിട്ട് പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ഒറ്റക്കാരണം കൊണ്ടാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കേസുകളൊക്കെ തന്നെ CBIക്ക് വിട്ടുകൊടുത്തപ്പോൾ ഈ കേസ് വിട്ടുകൊടുക്കാൻ വേണ്ടി
ഈ ഗവൺമെന്റ് തയ്യാറാകത്തില്ല. ഏതാണ്ട് 4ഓളം കേസുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ CBI അന്വേഷിച്ചുകൊണ്ട്. ഒന്ന് അരിയിൽ ഷുക്കൂറിന്റെ കേസ്. ഒരു നിരപരാധിയായ മുസ്ലിം ലീഗിന്റെ യുവ പ്രവർത്തകൻ, അദ്ദേഹത്തെ ഒരു വയലന്റ് മധ്യത്തിൽ ആ ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന ചെറുപ്പക്കാരൻ ആപത്ത് ചാർച്ച് പറഞ്ഞിട്ട് പോലും തലിബാൻ മോഡലിലെ ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതിൽ പ്രധാന പ്രതികളായിട്ട് നിൽക്കുന്നത് പറയുമ്പോൾ രാജ്യത്തിന്റെ ഭീകരമായ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. മുഹമ്മദ് ഫസലിന്റെ തലശ്ശേരിയിലെ കൊലപാതകം, കതിരൂരിലെ മനോജ്, പയ്യോളിലെ മനോജ്, ഈ 4 കൊലപാതകങ്ങളാണ് ഇപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നിങ്ങളൊക്കെ തന്നെ അഭ്യസ്ത വിദ്യരാണ്, ഒന്നെടുത്ത് പരിശോധിക്കണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ കഥ വരുമ്പോൾ ഉത്തർപ്രദേശും ബീഹാറും കഴിഞ്ഞാൽ 3ാം സ്ഥാനത്താണ് നമ്മുടെ കേരള സംസ്ഥാനം നിൽക്കുന്നത്. മാത്രമല്ല, സ്ത്രീ പീഡനം ഏറ്റവും അധികം നടക്കുന്ന സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം ഇന്ന് മാറിയിട്ടുണ്ട്. CPM ഗവൺമെന്റ് അധികാരത്തിന് ശേഷം 30 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നത്, 30-ലേറെ. ആദ്യത്തെ 2 കൊലപാതകം നടന്നത് സാക്ഷാൽ ആഭ്യന്തരകാര്യമന്ത്രിയായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായി തന്നെയാണ്. അവിടെ പോലും ആളുകൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോലും ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരന് നിർഭയമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ രാജ്യത്ത് നീതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഗവൺമെന്റ് സാധിക്കുക എന്ന കാര്യം ഓർക്കണം. ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആരാണ് ഈ കൊലപാതകങ്ങളൊക്കെ മരിച്ചു പോകുന്ന പാവപ്പെട്ട ആളുകൾ? അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഏഴ് നിർധന കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ പിന്നോക്ക വർഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും അധികം ആളുകൾ. അവർ അധ്വാനിച്ച് ജീവിതം പുലർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ. അവരെയാണ് ഈ കൊലപാതകികൾ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ കുടുംബനാഥൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകളായിട്ടുള്ള ഒരുപാട് യുവതികളുടെ ദീനരോധം നമുക്ക് കേൾക്കാം. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ നെഞ്ചത്തെളിച്ചുകൊണ്ട് വിലാപം നമുക്ക് കേൾക്കാം. അതുപോലെ പ്രായാധിക്യം കൊണ്ട് നടക്കാൻ സാധിക്കാത്ത പിതാവിന്റെ മകൻ നഷ്ടപ്പെടുന്ന ദുഃഖം നമുക്ക് കണ്ണൂരിനും കാസർഗോഡും കേൾക്കാനും കാണാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അടങ്ങാത്ത തേങ്ങലാണ് ആ കുടുംബങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർക്ക് യാതൊരു പ്രയാസവുമില്ല. അവരുടെ മക്കളെ ഇത്തരം ആയുധം കൊടുത്തുകൊണ്ട് എവിടെയും അയച്ചൊരു കഥയും നമുക്ക് കാണാൻ സാധിക്കില്ല. ദരിദ്ര ചുറ്റുപാടുകൾ വളർന്ന് ദാരിദ്ര്യവും പട്ടിണിയുമായിട്ട് ജീവിച്ച ആളുകളൊക്കെ തന്നെ സമ്പന്നന്മാരായിരിക്കുന്നു. മക്കൾ അമേരിക്കയിൽ പഠിക്കുന്നു, മക്കൾ ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു, മക്കൾ കാനഡയിൽ പഠിക്കുന്നു, മക്കൾ രാജ്യത്ത് എവിടെയെല്ലാം പോയി പഠിക്കാൻ പറ്റോ ലോകത്തിലെ എല്ലാ ഭാഗത്തും ആ മക്കളെ അയച്ചുകൊണ്ട് മക്കൾ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, പാവപ്പെട്ട മാർക്സിസ്റ്റുകാരാ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങളുടെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലങ്ങളാണ് നിങ്ങളെങ്കിലും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്? മറക്കരുത്, നമ്മുടെ തിരുവനന്തപുരത്തെ BJPയുടെ ആസ്ഥാന മന്ദിരം KG മാരാർ മന്ദിരം, ആ മന്ദിരത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി കുറച്ചു മുമ്പ്. ആ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു? തിരിച്ച് BJP സാക്ഷാൽ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ മനോഹരമായ വസതി അവർ കയ്യേറ്റം ചെയ്യിക്കണ്ടായി, ആക്രമിക്കണ്ടായി. ഇല്ല, ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ പിന്നീട് കുഴപ്പമുണ്ടായില്ലല്ലോ. അപ്പൊ നേതാക്കന്മാരുടെ വീട്ടിലോ നേതാക്കന്മാരുടെ വസ്തുക്കൾക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ സമാധാനം, അപ്പോൾ എന്തെന്നില്ലാത്ത ധാരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയും CPM തമ്മിൽ അറിയാത്തൊരു അന്തർധാരയുണ്ട്, അവർ തമ്മിൽ രഹസ്യമായ ബന്ധമുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, അവർ തമ്മിൽ സംഘട്ടമുണ്ടായില്ലല്ലോ. ഇതാണ് ഈ പാർട്ടിയുടെ കപടമുഖം. മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുന്നില്ലേ സ്നേഹന്മാരെ, വത്സൻ തില്ലങ്കേരിയെ? RSSന്റെ നമ്മുടെ മലബാർ ഭാഗത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവാണ് വത്സൻ തില്ലങ്കേരി. ആ വത്സൻ തില്ലങ്കേരി പ്രശസ്തമായ ഒരു മലയാള ഭാര്യയ്ക്ക് മുഖയുത്രം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അഭിമുഖം. ആ അഭിമുഖത്തെ അദ്ദേഹം പറഞ്ഞ എത്രയോ വർഷക്കാലമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഞാനും തമ്മിൽ വലിയ ബന്ധമാണ്. ഞാനാണ്
RSSും അതുപോലെ CPM തമ്മിൽ ഒരു പാലമായിട്ട് ഏറിയ വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിഷേധിക്കാൻ സാധിച്ചോ? ഇന്ന് വരെ ഒരു RSസുകാരൻ നിഷേധിക്കാൻ വേണ്ടി രംഗത്ത് വന്നോ? ഇല്ല. അതാണ് സത്യം. പിന്നീട് ഈ 2 ജില്ലകളിൽ നടക്കുന്ന വ്യാപകമായ കള്ളവോട്ട്, ബൂത്തുപിടുത്തം, കൃത്രിമത്തിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടുന്ന ശ്രമം, ആ ശ്രമത്തെ എല്ലാവരും ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിൽ നിങ്ങളുടെ ഉരുക്കുകോട്ടയെ തകർത്ത കാസർകോട്ടെ എന്റെ ധീരരായ പോരാളികളെ, പ്രതിബദ്ധരുടെ കോൺഗ്രസുകാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ജീവൻ കൊടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിവാദനം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നമ്മുടെ നാട് ആദ്യമായിട്ട് സാക്ഷ്യം വഹിക്കുന്നത്? 1969 കാലത്ത് ഞാൻ അന്നൊരു വിദ്യാർത്ഥി നേതാവായിരുന്നു. അന്നാണ് ഞാൻ KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഒരു കാലം. ആ കാലത്താണ് തലശ്ശേരിയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നത്. ആരാണ് ആ കൊലപാതകത്തിൽ മരിച്ചത്? വാടിക്കൽ രാമകൃഷ്ണൻ പറയുന്ന അന്നത്തെ RSSന്റെ ശാഖയിൽ പോകുന്ന ഒരു ജനസംഘക്കാരൻ, പാവപ്പെട്ടവൻ, നിത്യവൃത്തിക്ക് വകയില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ് ശ്രീമാൻ വാടിക്കൽ രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനും ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്തോ കശപിശത ഉണ്ടായി, തർക്കമുണ്ടായി. കൊച്ചു പ്രശ്നം, ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രശ്നമല്ല. ആ പ്രശ്നം വലുതാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ, ഈ രാമകൃഷ്ണനെ, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷെ ഒരു മനുഷ്യാത്മാവല്ലേ ഇത്, ഒരു മനുഷ്യ ജീവിതമല്ലേ ഇത്? ആ ചെറുപ്പക്കാരനെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി. ആ കേസിൽ ആരാണ് മുഖ്യമന്ത്രി? നമ്മുടെ ഇന്നത്തെ ആഭ്യന്തര കാര്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ആ കേസിൽ പ്രതിയാണ്. രേഖകളെടുത്ത് പരിശോധിക്കൂ. ശ്രീമാൻ പാട്യൻ ഗോപാലിന്റെ മകൻ ശ്രീമാൻ ഉല്ലേഖ്, അദ്ദേഹം എഴുതിയ മനോഹരമായ കണ്ണൂരിലെ കൊലനിലകളെ കുറിച്ചൊരു പുസ്തകം എടുത്ത് വായിക്കണം. അത് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൊലപാതകം കഴിഞ്ഞുകൊണ്ട് ഞാൻ കണ്ണൂരിലെത്തിയ കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ തലശ്ശേരിക്കാരനായതുകൊണ്ട് എനിക്ക് കണ്ണൂരിലേക്ക് എത്താൻ, വടകരക്കാരനായതുകൊണ്ട്, ചോമ്പാൽക്കാരനായതുകൊണ്ട് എനിക്ക് തലശ്ശേരിയിലേക്ക് എത്താൻ കൂടുതൽ സമയമൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്ഥിതി എന്താണ്? വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം. എല്ലാ കടകളും അടച്ചിരിക്കുന്നു, എല്ലാവരും ആകെ ഭയപ്പെട്ടിരിക്കുന്നു. ഈ കൊലപാതകം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് 47 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് യുവജന പ്രസ്ഥാനത്തെ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടത്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ചോദ്യം ചെയ്യപ്പെട്ട ആളുകൾ അവർ നിശബ്ദരാക്കാൻ സാധിക്കുന്ന തരത്തിൽ പാർട്ടി വളർന്നിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അവസ്ഥ. ശബ്ദിക്കരുത്, ശബ്ദിച്ചു പോയാൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലയായ കോഴിക്കോട്ട് അവർക്ക് നാദാപുരം, ആ നാദാപുരത്ത് ഈ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചു പോയിട്ടുള്ളത് ഏറിയ കൂറും യുവാക്കന്മാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരാണ്. അവിടെ നെഞ്ചിൽ കടാറിറക്കിയത്, ആഞ്ഞാഞ്ഞ് കടാറിറക്കിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ പ്രേമവുമില്ല. അവിടെ കത്തിക്കരിയായിട്ടത് അത് അനിൽ ഷുക്കൂർ ആകട്ടെ, തലശ്ശേരിയിലെ ഫസലാകട്ടെ, അല്ലെങ്കിൽ നാദാപുരത്ത് എനിക്ക് പരിചയമുള്ള കുടുംബങ്ങളുടെ ചുണക്കുട്ടികളായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാകട്ടെ, അവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടാർ രാഷ്ട്രീയത്തിന്റെ മുനയിൽ ജീവൻ പൊലിച്ചു പോയിട്ടുള്ള ആളുകളാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? ആ കേസുകൾ അന്വേഷിക്കപ്പെട്ടപ്പോൾ പ്രതികളെല്ലാം CPM-കാർ തന്നെ. ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ CPM-കാർ തന്നെയാണ് പിടിക്കപ്പെട്ടത്. ഈ പാർട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത്? എപ്പോഴും സമാധാന ചർച്ചകൾ നടക്കും, പ്രഹസനം, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥാവിശേഷം, വീണ്ടും കൊലപാതകം, വീണ്ടും പാർട്ടി ഗ്രാമം, വീണ്ടും ആയുധം. ഇതല്ലേ കണ്ണൂരിന്റെ അവസ്ഥ? എന്നെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? ഇത് അവസാനിപ്പിച്ച് മതിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി പ്രതികൾ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് കാര്യം നമുക്കറിയാം. അവർക്ക് സ്വന്തം വീട്ടിലേക്കാൾ സൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവർക്ക് എല്ലാ സൗകര്യവും, സെൽഫോൺ മാത്രമല്ല, മയക്ക് വരുന്ന അടികളാണ് പറഞ്ഞു വന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ട എത്തിച്ചു കൊടുക്കുന്നു.
അവർക്ക് വേണ്ട ഇഷ്ടഭോജനം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. ഇടയ്ക്ക് പരവൾ കൊടുക്കും. പരവൾ കൊടുത്ത് അവർ കാമുകിമാരെ കാണാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ചിലർക്ക് വിവാഹം കഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ വിവാഹത്തിന് വേണ്ടി കൊലക്കുറ്റത്തിലെ കുപ്രസിദ്ധ കുറ്റവാളികൾ പുറത്തു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അടക്കം ഉത്തരവാദപ്പെട്ട ആളുകൾ അവരെ തുറന്ന വാഹനത്തിൽ വരവേറ്റുകൊണ്ട് ആ കല്യാണ ചടങ്ങിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച തലശ്ശേരിക്കാർ എന്തെന്നില്ലാത്ത ഹൃദയവേദനയോടുകൂടി നോക്കിക്കണ്ടത്. ഇതെന്താണ് സ്ഥിതി? ഇവിടെ കാട്ടുനീതിയല്ലേ? ഈ കാട്ടുനീതി, ഈ അറുംകൊല അത് അവസാനിപ്പിക്കാൻ, ഇനിയൊരു ജീവൻ നഷ്ടപ്പെടരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ഉണ്ണിത്താൻ 24 മണിക്കൂർ ഈ തരമൊരു ഉപവാസ സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അങ്ങ് അറിയാതെ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അക്രമക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു മൗഢ്യം എനിക്കില്ല. അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടന്ന കാര്യം എനിക്കറിയാം. പാർട്ടി സെക്രട്ടറി ആയപ്പോഴും എല്ലാ കാലത്തും അങ്ങയുടെ അറിവും സംഭവത്തോട് തന്നെയാണ് എല്ലാ കൊലപാതകവും നടക്കുന്നതെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കില്ലേ? അങ്ങേക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമായിട്ട് ഈ സന്ദർഭത്തെ അങ്ങ് നോക്കിക്കാണും. കാട്ടുനീതിയാണ് അങ്ങയുടെ നാട്ടിൽ നടക്കുന്നത്. അങ്ങ് മുഖ്യമന്ത്രിക്ക് ശേഷം 2 പേരെ വളരെ പെട്ടെന്ന് തന്നെ കൊലപ്പെടുത്തിയ നാടാണ് അങ്ങയുടെ നാടായ പിണറായി. അതും മറക്കരുത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട സമാധാനമാണ്. ഉത്തര മലബാർ അവികസ്തമായിട്ട് നിൽക്കാൻ കാരണം എന്താണ്? ആരെങ്കിലും അങ്ങോട്ട് വരുമോ? നിക്ഷേപകന്മാർക്ക് വരാൻ എന്താണ് അവിടെ നിങ്ങൾ അവസരമൊരുക്കിയത്? അവിടെ നാം തിരിച്ചു പോവുകയാണ്. എന്നും രാഷ്ട്രീയ കൊലപാതകം, എന്നും ബന്ദ്, എന്നും ഹർത്താൽ, എന്നും അസമാധാനപരമായ ചുറ്റുപാട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ പോകുന്നത്. ഈ കാര്യം എത്രയോ വർഷക്കാലമായി ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസാക്ഷിക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടായി. ഞങ്ങൾക്ക് ആർക്കും വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലത്തെ അക്രമം ഭീരുവിന്റെ ആയുധമാണ്. വാളെടുക്കുന്ന വാളാൽ നശിക്കുന്ന കാര്യം അങ്ങ് മറക്കരുത്. അങ്ങയുടെ പാർട്ടിയുടെയും നാടുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ പാർട്ടി ഭൂമിത്വ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം? സ്റ്റാലിന്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നടന്നിട്ടുള്ള നിങ്ങളുടെ ദുർഭരണം, സ്വേച്ഛാധിപത്യം, ആയിരങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ കഥയൊന്നും ഈ നാട് മറന്നുപോയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിനാണ് നേതാവ് എന്നതിനാണ്. ഒരു കാലത്ത് അങ്ങ് എല്ലാ സ്റ്റേജിലും വെച്ചും സ്റ്റാലിനെ കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ച് കേൾക്കാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. സ്റ്റാലിനാണ് നിങ്ങളുടെ ആരാധനാമൂർത്തി. അങ്ങയുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. അക്രമത്തിന്റെ പാതയിൽ നിന്ന് തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ പോരാട്ടം, ഞാൻ വീണ്ടും പറയുന്നു, ധർമ്മത്തിന്റെ പോരാട്ടമാണ്, സത്യത്തിന്റെ പോരാട്ടമാണ്. ഒരു ഭീരുവിന് മാത്രമേ ആയുധമെടുത്തുകൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. മുഖ്യമന്ത്രിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ 40-ലേറെ വണ്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പോകുന്നത്. കാരണം എന്താണ്? അദ്ദേഹം നാടുകളുടെ ഏറ്റവും വലിയ ഭീരുവാണ്. തന്റെ നേരിടെ പോലും പേടിക്കുന്ന ഒരു ഭീരുവാണ് അദ്ദേഹം എന്ന കാര്യം ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ആ ഭീരുവിന് എല്ലാവരെയും ഭയമാണ്. രാത്രിയിൽ പോലും പലപ്പോഴും അദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ഞെട്ടി ഉണരാണ്ട് അത്രേ പേടിച്ചുകൊണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു ഭീരുവാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ അവസ്ഥയിൽ ഈ സംസ്ഥാനത്തെ മാറ്റിയെടുക്കണം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. അങ്ങ് പിണറായി വിജയനല്ല, അങ്ങ് പരാജിതനാണ്. അങ്ങ് പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അങ്ങ് ഇന്ത്യ രാജ്യത്ത് മറ്റു മുഖ്യമന്ത്രിമാരെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങ് എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട, സമസ്ത മേഖലയും സംസ്ഥാനത്തെ പരാജയപ്പെടുത്തിയ ഒരു നേതാവാണ്. ഇനി അധികാരം വിട്ടൊഴിയാൻ സമയമായിരിക്കുന്നു. അങ്ങ് വിട്ടെടുത്തു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ സത്യത്തിന്റെയും അതുപോലെ ധർമ്മത്തിന്റെയും മാർഗത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതാണ് ഞങ്ങൾക്ക് വെളിച്ചം, അതാണ് ഞങ്ങളുടെ ശക്തി. അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്ന് അങ്ങ് തിരിച്ചറിവെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. പോകുന്നതിന് മുമ്പ് അവർ കാര്യം ചെയ്യണം. പോലീസിനെ കൊണ്ടും ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ മറ്റേതെങ്കിലും ഒരു ഉപകരണം വെച്ചുകൊണ്ടും നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല. അത് സ്ഥാപിക്കണമെങ്കിൽ
അങ്ങ് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങ് പറയൂ, എന്റെ പാർട്ടി ആയുധമെടുക്കില്ല, ആയുധമെടുക്കൽ സംരക്ഷിക്കാൻ എന്റെ പാർട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മുടെ സംസ്ഥാനത്ത് അക്രമം ഉണ്ടാവില്ല. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ RSSകാരെ നിലനിർത്താൻ ഈ കേന്ദ്ര കുസുമത്തിൽ സാധിക്കും. അവരുടെ നിശബ്ദത പാലിച്ചുകൊണ്ട് ആയുധമെടുക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ആയുധമെടുക്കുക, അവർ തന്റെ കാണിക്കില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ദീർഘമായിട്ട് സംസാരിച്ചില്ല. ഈ ധർമ്മസമരം കേവലം പെരിയയിലും കാസർകോട്ടും മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമരമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ സഹന സമരം ഗാന്ധിജി കാണിച്ച മാർഗത്തിലൂടെ നടത്തപ്പെടുന്ന ഒരു സമര പരിപാടിയാണ്. ആ പരിപാടി എല്ലാ അർത്ഥത്തിലും ഒരു വൈവിധ്യമേറിയ പരിപാടിയായിട്ട് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. കാസർകോട്ടുകാർക്ക് നിങ്ങളെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരോഗ്യ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ കൃത്യമായ അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ഈ സമരത്തിൽ നേതൃത്വം കൊടുത്ത സമര നായകൻ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, സീനിയർ കോൺഗ്രസ് നേതാവ്, കാസർഗോട്ടുകാരുടെ പ്രിയപ്പെട്ട MP ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പ്രിയപ്പെട്ട പിതാക്കന്മാർ സത്യനാരായണനെയും ശ്രീമാൻ കൃഷ്ണനെയും അതിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഗാധമായ ദുഃഖം അവരുടെ ചരമത്തിൽ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, രേഖപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തിന് സർവ്വ പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ധർമ്മ സമരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.